بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد إن شاء الله നമ്മൾ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ല കിതാബ് സിയാമിൽ നോമ്പിൻ്റെ അധ്യായത്തിൽ നൽകിയ ഒരു ഹദീസാണ് വിശദീകരിക്കുന്നത്. حديث إمام بخاري رحمه الله بريانا حدثنا إبراهيم ابن موسى أخبرنا هشام بن يوسف عن ابن جريج قال أخبرني عطاء عن أبي صالح الزيات أنه سمع أبا هريرة رضي الله عنه يقول قال رسول الله صلى الله عليه وسلم قال الله كل عمل ابن آدم له إلا الصيام فإنه لي وأنا أجزي به والصيام جنة وإذا كان يوم صوم أحدكم فلا يرفث ولا يصخب فإن سابه أحد أو قاتله فليقل إني امرؤ صائم والذي نفس محمد بيده لخلوف فم الصائم أطيب عند الله من ريح المسك للصائم فرحتان يفرحهما إذا أفطر فرح وإذا لقي ربه فرح بصومه. ഇതാണ് ഹദീസ്. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങൾ ഈ ഹദീസ് ഉൾക്കൊണ്ടുണ്ട്. ഹദീസിൻ്റെ രണ്ട് ഭാഗം, ഒന്ന് അതിൻ്റെ സനദ്, പിന്നൊന്ന് അതിൻ്റെ മത്തിന് ഉള്ളടക്കം. ആദ്യം സനദ് മനസ്സിലാക്കിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ഇതിൻ്റെ മത്തിനിലേക്ക് വരാം. ഹദ്ദസന ഇബ്രാഹിം ബിൻ മൂസ ഹദ്ദസന, ഇവിടെ ഇമാം ബുഖാരിയാണ് പറയുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ല പറയാണ് ഹദ്ദസന നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഹദ്ദസന എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇബ്രാഹിം ഇബ്നു മൂസ, ഇബ്രാഹിം ഇബ്നു മൂസ അഖ്ബറന, ഇബ്രാഹിം ഇബ്നു മൂസ പറയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഹദ്ദസന അഖ്ബറന എന്ന് പറഞ്ഞാലൊക്കെ ഒരേ അർത്ഥത്തിൽ. ഹദ്ദസന നമ്മോട് പറഞ്ഞു, നമ്മോട് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയോട്. ഇമാം ബുഖാരിയാണ് ഇത് പറയുന്നത്. ആരാ പറഞ്ഞത്? ഇബ്രാഹിം ഇബ്നു മൂസ. ഇബ്രാഹിം ഇബ്നു മൂസ പറയാണ് അഖ്ബറന നമ്മോട് പറഞ്ഞു ഹിഷാം ഇബ്നു യൂസുഫ്, ഹിഷാം ഇബ്നു യൂസുഫ്, ഹിഷാം ഇബ്നു യൂസുഫ് അൻ ഇബ്നു ജുറൈജ്, ഇബ്നു ജുറൈജിൽ നിന്നാണ് ഈ ഹദീസ് എടുത്തിട്ട് പറയുന്നത്. ഇബ്നു ജുറൈജാണ് അപ്പോൾ ആരോട് പറഞ്ഞത്? ഹിഷാം ഇബ്നു യൂസുഫിനോട് പറഞ്ഞത്. ഖാല ഇബ്നു ജുറൈജ് പറഞ്ഞു, ഖാല
ഇബ്നു ജുറൈജ് പറഞ്ഞു, അഖ്ബറനി എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞാൽ ഇബ്നു ജുറൈജിനോട് പറഞ്ഞു, അതാഉൻ ആര് പറഞ്ഞു? അതാ പറഞ്ഞു. അതാ ആരെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അൻ അബി സാലിഹിൻ അസ്സയ്യാത്ത്, അബൂ സാലിഹ് അസ്സയ്യാത്തിൽ നിന്ന്. അപ്പൊ അബൂ സാലിഹ് അസ്സയ്യാത്തിൽ നിന്ന് അതാവും, അതായ് പറഞ്ഞതായി ഇബ്നു ജുറൈജും, ഇബ്നു ജുറൈജിൽ നിന്ന് ഹിഷാം ബിൻ യൂസുഫും, ഹിഷാം ഇബ്നു യൂസുഫ് പറഞ്ഞതായി ഇബ്രാഹിം ഇബ്നു മൂസയും, ഇബ്രാഹിം ഇബ്നു മൂസ അതാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദ്. ഇമാം ബുഖാരി അദ്ദേഹം പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇബ്രാഹിം ഇബ്നു മൂസയാണ് ആര്? ഇമാം ബുഖാരിന്റെ ഉസ്താദ്. അബൂ സാലിഹിൻ അസ്സയ്യാത്ത് അന്നഹു സമിഅ, അദ്ദേഹം കേട്ടു, അന്നഹു തീർച്ചയായും അദ്ദേഹം, സമിഅ അദ്ദേഹം കേട്ടു, അബൂ സാലിഹിൻ അസ്സയ്യാത്ത് കേട്ടു. ആരെ കേട്ടു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കേട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കേട്ടു. ഖലാസ്. ഇനിയാണ് ഹദീസിന്റെ എന്ത് ഉള്ളടക്കം. ഇനി ആരാണ് ഈ ഇബ്രാഹിം ഇബ്നു മൂസ? ആരാണ് ഹിഷാം ഇബ്നു യൂസുഫ്? ആരാണ് ഇബ്നു ജുറൈജ്? ആരാണ് അതാ? ആരാണ് അബൂ സാലിഹ് അസ്സയ്യാത്ത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്രാഹിം ഇബ്നു മൂസ ഇബ്നു യസീദ് അത്തമീമിയാണ്. അദ്ദേഹം ബനു തമീം ഗോത്രക്കാരനാണ്. അദ്ദേഹം ഈ ഇബ്രാഹിം ഇബ്നു മൂസ ഇബ്നു യസീദ് ഇബ്നു സാദാൻ എന്ന് പറയും. ഇബ്നു യസീദ് അദ്ദേഹത്തിന്റെ വല്യപ്പന്റെ പേരാണ് ഇബ്നു സാദാൻ. അത്തമീമി, അദ്ദേഹം തമീമി ആണ്. തമീമി, ബനു തമീം ഗോത്രക്കാരൻ. അദ്ദേഹം അബു ഇസ്ഹാഖ് എന്ന വിളിപ്പേരുള്ള ആളാണ്. അബു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അദ്ദേഹം അറാസി അസ്സഗീർ എന്ന പേരിൽ വിശ്രുതനാണ്. അറാസി അസ്സഗീർ. അറാസി സഗീർ. അദ്ദേഹം ഹിജ്റയുടെ 220 അദ്ദേഹം മരണപ്പെട്ടത്. ഹിജ്റയുടെ 220. ഹിജ്റയുടെ 220 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ ആരാ ഇമാം ബുഖാരിന്റെ ഉസ്താദ്? ഇബ്രാഹിം ഇബ്നു മൂസ. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് ഇബ്രാഹിം ഇബ്നു മൂസ ഇബ്നു യസീദ്, വല്യാപ്പാന്റെ പേര് ഇബ്നു സാദാൻ. അദ്ദേഹം തമീമിയാണ്, തമീമി. അദ്ദേഹം അബു ഇസ്ഹാഖ് റാസി അസ്സഗീർ എന്ന പേരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബു ഇസ്ഹാഖ്. അദ്ദേഹം മരണപ്പെട്ടത് 220. ഈ ഇബ്രാഹിം ഇബ്നു മൂസ എന്ന് പറയുന്ന ഷെയ്ഖ്, ഇമാം ബുഖാരിയുടെ ഷെയ്ഖ്, അദ്ദേഹത്തെക്കുറിച്ച് ഇമാം അബു സുറഅ റാസി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് 100,000 ഹദീസുകൾ എഴുതിയിട്ടുണ്ട്. ഇമാം അബൂബക്കർ ഇബ്നു അബി ഷൈബയേക്കാൾ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതനാണ് ഇബ്രാഹിം ഇബ്നു മൂസ. ഇബ്നു അബി ഷൈബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹദ്ദിസാണ്, അറിയപ്പെട്ട. അദ്ദേഹത്തിന് ഹദീസ് ഗ്രന്ഥമുണ്ട്. ആ മുഹദ്ദിസിനേക്കാൾ വലിയ പണ്ഡിതനാണ് ആര്? ഇബ്രാഹിം ഇബ്നു മൂസ. ഇദ്ദേഹത്തെ ഇമാം അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ സിഖത്തുൻ ഹാഫിദ് എന്നാണ് വിശേഷിപ്പിച്ചത്. സിഖത്തുൻ എന്നാൽ വിശ്വസ്തൻ, ഹാഫിദ് എന്ന് പറഞ്ഞാൽ നല്ല മനപ്പാടമുള്ള വ്യക്തി. ഇബ്നു ഹജറിന്റെ തർത്തീബാണത്. സിഖത്തുൻ ഹാഫിദ്. ഇബ്നു ഹജർ പറഞ്ഞ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു ധാരണ, ആരാണ് ആ വ്യക്തി എന്നുള്ളത്. അദ്ദേഹം റാസിയാണ്. റാസി ഏത് നാട്ടിലേക്ക് ചേർക്കുക?
ഇപ്പം മദനി പറഞ്ഞാൽ മദീനയിലേക്ക്, മക്കി പറഞ്ഞാൽ മക്കയിലേക്ക്, മസ്രി എന്ന് പറഞ്ഞാൽ മിസ്രി എന്ന് പറഞ്ഞാൽ മിസ്റിലേക്ക്. റാസി റയ്യിലേക്കാണ് റാസി ചേർക്കപ്പെടുന്നത്. റാസി റയ്യുകാരനാണ്, ഇറാഖിലെ റയ് എന്ന് പറയുന്ന സ്ഥലം. മറുവസി, റാസി അതൊക്കെ നിസ്ബ അല്പം വ്യത്യാസപ്പെട്ടാണ്. മറു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചേർത്തിട്ടാണ് ഇമാം മറുവസി കണ്ടാ. അതേപോലെ റയ്യിലേക്ക് ചേർത്താണ് റാസി. അത് ആ പേരുകളുടെ ഒരു പ്രത്യേകതയാണ്. റാസി, മറുവസി, ഇതിൻ്റെ ഒക്കെ പ്രത്യേകത. അഖ്ബർനാ ഹിഷാം ഇബ്നു യൂസുഫ്. ഹിഷാം ഇബ്നു യൂസുഫ് അദ്ദേഹം അസ്സൻആനിയാണ്. ഹിഷാം ഇബ്നു യൂസുഫ് അസ്സൻആനി. അദ്ദേഹം ഖാദി സൻആൻ എന്ന പേരിൽ പ്രസിദ്ധനാണ്. ഈ സൻആൻ ഏത് നാട്ടിലാ? സൻആൻ, സൻആൻ യമൻ. അറബികൾ പറയും ലാബുദ്ദ മിൻ സൻആ വ ഇൻ താല സഫർ ഫഅമ്മ സബ്റു അൻഹാ ഫലാ സബ്ർ. ലാബുദ്ദ മിൻ സൻആ വ ഇൻ താല സഫർ, യാത്ര എത്ര നീണ്ടാലും സൻആയിൽ എത്തിയേ മതിയാകൂ. ഫഅമ്മ സബ്റു അൻഹാ ഫലാ സബ്ർ. സൻആനി, ഖാദി സൻആൻ എന്ന പേരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദുറഹ്മാൻ എന്നാണ്. അൽ അബ്നാവി എന്ന് പറയും. ഹിഷാം ബിൻ യൂസുഫ് അബു അബ്ദുറഹ്മാൻ ഉൽ അബ്നാവി എന്ന പേരിൽ അതാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അദ്ദേഹത്തിന് അസൽ പേർഷ്യയാണ്, ഫാരിസാണ്, പേർഷ്യക്കാരനാണ് അസലില്. പിന്നീട് അയാൾ അലൈഹി സ്വലാം യമനിൽ ഇറങ്ങി പാർത്തായിരിക്കും. ഇദ്ദേഹം മരണപ്പെടുന്നത് 197 ഹിജ്റ 197. ഇദ്ദേഹവും സിഖാത്ത്, വിശ്വസ്തനായ റാവിയാണ്. സിഖാത്ത് ഇബ്നു ഹജറൊക്കെ വിശ്വസ്തനായ റാവിമാരിലാണ് ഇദ്ദേഹത്തെ എണ്ണിയിട്ടുള്ളത്. ഇങ്ങനെ സിഖാത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തരായ റാവികളിൽപ്പെട്ടവൻ എന്നാണ്. ദുർബലതൊന്നുമില്ലാത്ത സ്വീകാര്യോഗ്യനായ പണ്ഡിതൻ. അതാണ് ഹിഷാം ബിൻ യൂസുഫ് അസ്സൻആനി. അദ്ദേഹം ഖാദി സൻആൻ ദേശത്തെ ഖാദിയാണ്. അബു അബ്ദുറഹ്മാൻ അൽ അബ്നാവി എന്ന വെളിപ്പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഹിജ്റയുടെ 197 മരണപ്പെട്ടത്. അദ്ദേഹം വിശ്വസ്തനായ റാവിയാണ്. ഈ ഹിഷാം ബിൻ യൂസുഫ് അൻ ഇബ്നു ജുറൈജ്, ഇബ്നു ജുറൈജിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു ജുറൈജ് അദ്ദേഹം അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് ആണ്. അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ്. ഇബ്നു ജുറൈജ് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം ബുഖാരി ഇബ്നു ജുറൈജ് എന്ന് പറയുമ്പോൾ അത് അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് ആണ്. അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് എന്ന് മറ്റൊരു വേറെ മുഹദ്ദിസ് ഉണ്ട്, ഹദീസ് പണ്ഡിതനുണ്ട്. പക്ഷേ ഇമാം ബുഖാരിന്റെ ഉസ്താദ് ആരാണ്? ഈ അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജിന്റെ മകൻ അബ്ദുൽ മലിക് ആണ്. അപ്പൊ ഇത് അബ്ദുൽ മലിക്. ഇബ്നു അബ്ദുൽ അസീസ് അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ്. അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ്. പക്ഷേ ഇബ്നു ജുറൈജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതാരാണ്? അബ്ദുൽ മലിക്കാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം അദ്ദേഹം അബുൽ വലീദ് എന്നും അബു ഖാലിദ് എന്നും വിളിപ്പേരുള്ള പണ്ഡിതനാണ്. 2 വിളിപ്പേരുണ്ട് അദ്ദേഹത്തിന്. ഒന്ന് അബുൽ വലീദ്, മറ്റൊന്ന് അബു ഖാലിദ്. ഇങ്ങനെ 2 വിളി. അദ്ദേഹം മക്കിയാണ്, അൽ മക്കി. എന്താ അൽ മക്കി പറഞ്ഞ? മക്കാരനാണ്, അൽ മക്കി. അദ്ദേഹം മരണപ്പെടുന്നത് 110
150 തൂഫിയ ഹിജ്റയുടെ 150 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റയുടെ 150. അബ്ദുൽ മലിക് ബിൻ അബ്ദുൽ അസീസ് ബിൻ ജുറൈജ് ഹിജ്റയുടെ 150 മരണപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞത് സിഖത്തുൻ ഫഖീഹുൻ ഫാദിലുൻ എന്നാണ്. സിഖത്തുൻ വിശ്വസ്തനാണ്, ഫഖീഹുൻ കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, ഫാദിലുൻ ശ്രേഷ്ഠവാനുമാണ്. ഇബ്നു ഹജറാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത്. കാനയൂർസിൽ വയുദല്ലിസ് എന്ന് പറഞ്ഞിട്ട്, കാനയൂർസിൽ വയുദല്ലിസ് മുർസലായിട്ട് ഹദീസ് പറയും. അദ്ദേഹത്തിൽ നിന്ന് തദ്ലീസ് സംഭവിച്ചിട്ടുണ്ട്. അത് ചില സാങ്കേതിക പദങ്ങളാണ്. ഏതായാലും അയാൾ വിശ്വസ്ത റാവിയ എന്ന നിലക്ക് അദ്ദേഹത്തിന് സ്വീകാര്യനാണ് ഇബ്നു ജുറൈജ്. അബ്ദുൽ മലിക് ബിൻ അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് അബുൽ വലീദ് അല്ലെങ്കിൽ അബു ഖാലിദ് അൽ മക്കി 150 അദ്ദേഹം മരണപ്പെടുന്നത്. ഇനി അൻ ഇബ്നു ജുറൈജ് ഖാല ഇബ്നു ജുറൈജ് പറഞ്ഞു അഖ്ബറനി എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞാൽ ഇബ്നു ജുറൈജിനോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? അതാഉൻ അതാ പറഞ്ഞു. ഈ അതാ ഇബ്നു അബി റബാഹ്, അതാ ഇബ്നു അബി റബാഹ് അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹം മൗലയാണ്. അദ്ദേഹം അബു മുഹമ്മദ് അൽ മക്കിയാണ്. അബു മുഹമ്മദ് അൽ മക്കി അതാ ഇബ്നു അബി റബാഹ് അബു മുഹമ്മദ് അൽ മക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ിലാണ് മരണപ്പെട്ടത്. ഹിജ്റയുടെ 114. ഇതേപോലെയാണ് ഇബ്നു ഹജർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സിഖത്തുൻ ഫഖീഹുൻ ഫാദിൽ. സിഖത്തുൻ ഫഖീഹുൻ ഫാദിൽ. കുറെ കാലം ജീവിച്ചിട്ടുണ്ട് അതാ ഇബ്നു അബി റബാഹ്. 90 വയസ്സ്. 30 വർഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. 1 വർഷം 70 ഹജ്ജ് ചെയ്തിട്ടുണ്ട് അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു. അസ്സലാം. ഇമാം ദഹബി പറഞ്ഞത് മിനൽ ആലാം എന്നാണ്. ആലാം എന്ന് പറഞ്ഞാൽ എന്താ? ആലാം എന്ന് പറഞ്ഞാൽ വിശ്രുതനായ പണ്ഡിതൻ, വ്യക്തിത്വം എന്നുള്ള അർത്ഥമാണ് ആലാം. അഖ്ബർനി അതാഉൻ അതാ എന്നോട് പറഞ്ഞു. ഇബ്നു ജുറൈജ് പറയാണ്. അതാ എന്ന് പറഞ്ഞാൽ അതാ ഇബ്നു അബി റബാഹ് അബു മുഹമ്മദ് അൽ മക്കി 114 അദ്ദേഹം മരണപ്പെടുന്നത്. അൻ അബി സാലിഹ് അസ്-സയ്യാത്ത് അബു സാലിഹ് അസ്-സയ്യാത്ത് അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഇവിടെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ അബു മുഹമ്മദ് അൽ മക്കി അറില്ലേ, അതായിന്റെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് വിളിപ്പേരാണ്. ഇവിടെ ഒക്കെ എങ്ങനെ പേരാ പറഞ്ഞത്? ഇവിടെ വിളിപ്പേരാണ് അബു സാലിഹ് അസ്-സയ്യാത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ദക്വാൻ ഇബ്നു സമ്മാൻ എന്നാണ്. ദക്വാൻ ഇബ്നു സമ്മാൻ.
ദക്വാൻ ഇബ്നു സമ്മാൻ. വിളിപ്പേരെന്താ? അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ വിളിപ്പേര്? അബു സാലിഹ് അസ്സയ്യാത്ത്. അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ ബിൻതുൽ അഹ്മസ് അൽ ഗത്ഫാനിയ റളിയല്ലാഹു തആല അൻഹയുടെ മൗലയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ജുവൈരിയ. അവർ ബനു ഗത്ഫാൻ ഗോത്രക്കാരിയാണ്. ജുവൈരിയ ബിൻതുൽ അഹ്മസ് അൽ ഹാരിസ് അൽ ഗത്ഫാനിയ, ബനു ഗത്ഫാനി ഗോത്രക്കാരിയാണ് ആര്? ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് ജുവൈരിയ ബിന്ദുൽ ഹാരിസ് അൽ ഹിലാലിയ, ഹിലാലിയ ഗത്ഫാന്റെ ഉപഗോത്ര ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായാലും ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ മൗലയാണ്, അടിമയാണ്. മൗല ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ. ദക്വാൻ ഇബ്നു സമ്മാൻ അബൂ സാലിഹ് അസ്സയ്യാത്ത്. അദ്ദേഹം മരണപ്പെടുന്നത് 101 ഹിജ്റയുടെ 101. അദ്ദേഹത്തെ കുറിച്ച് ഇമാം ഇബ്നു ഹജർ പറഞ്ഞത് സിഖത്തുൻ സബത്ത്, വളരെ വിശ്വസ്തനായ പണ്ഡിതനാണ്. അതേപോലെ പിന്നെ അബൂ സാലിഹ് അസ്സയ്യാത്ത് സിഖത്തുൻ സബത്ത് എന്നാണ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ദറജ പറഞ്ഞത് റുത്ബത്ത്. വളരെ വിശ്വസ്തനാണ്. ആ ഇത് ദറജ പറയാം ഇബ്നു ഹജറിന്റെ. ഇതാണ് ഇപ്പൊ ഹദീസിൽ റാവിമാരുള്ളത്. ഇബ്രാഹിം ഇബ്നു മൂസ അദ്ദേഹം 10ാമത്തെ തബഖയാണ്. അതായത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരുണ്ടല്ലോ, ഇപ്പൊ ഇതൊക്കെ ഹദീസ് പണ്ഡിതന്മാരാണ്. ഈ പണ്ഡിതന്മാർക്ക് ഓരോ തബക്കകളുണ്ട്. ഇന്ന തബക്ക ഇന്ന തബക്ക അറിയാം. ഇപ്പോൾ ഒരു ഇബ്നു ജുറൈജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏത് തബക്കയാണെന്ന് ചോദിക്കും. എന്തിനാണ് തബക്ക അറിയണത്? അതായത് ഒരു സംഘം ഹദീസ് പണ്ഡിതന്മാർ അവരെന്ത് ചെയ്തിരിക്കും, ഒന്നായിട്ടായിരിക്കും ഹദീസ് പഠിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഒരു തബക്ക എന്ന് പറയും. ഇപ്പോൾ സഹാബികൾക്ക് കുറേ തബക്കകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും പഠിക്കുകയും ചെയ്തവർക്ക് ഓരോ തബക്കകളുണ്ട്. പിന്നെ 10 തബക്കകളുണ്ട്, 10ഓളം. പിന്നെ താബിഈങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ധാരാളം തബക്കകളുണ്ട്, 10ലേറെ തബക്കകളുണ്ട്. കാരണം എന്താ, ഓരോ സംഘം ആളുകൾ എന്തായിരിക്കും പോയിട്ട് ഓരോ ഷെയ്ഖുമാരിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആ തബക്ക അതുവരെ പണ്ഡിതന്മാർ ഇവരെ കുറിച്ച് പറഞ്ഞത് ഇന്ന തബക്കയിലുള്ള ഇബ്രാഹിം ബിൻ മൂസയാണ്. ഇബ്രാഹിം മൂസ, കുറേ ഇബ്രാഹിം ബിൻ മൂസ ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് ഇബ്രാഹിം ബിൻ മൂസയാണ്? അപ്പോൾ പറയും ഇത് 10ാമത്തെ തബക്കയിലുള്ള ഇബ്രാഹിം ബിൻ മൂസയാണ്. ഇത് 9ാമത്തെ തബക്കയിൽ ഹിഷാം ഇബ്നു യൂസുഫാണ്. ഇത് 6ാമത്തെ തബക്കയിൽ ഇബ്ൻ ജുറൈജ്. അതാവും അബൂ സാലിഹും, അതാ 3ാമത്തെ തബക്കയിൽ താബിഈങ്ങളിൽ. അതേപോലെ തന്നെ അബൂ സാലിഹ് അസ്സയ്യാത്തും താബിഈങ്ങളിൽ 3ാമത്തെ തബക്കയിൽ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. അത് അവരുടെ തബക്കകളാണ്. ഒരാൾ ഇത് 10ാമത്തെ തബക്ക. താബിഈങ്ങളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച വലിയ ഹദീസ് പണ്ഡിതൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാം. ഹിഷാം ഇബ്നു യൂസുഫ് സിഗാർ താബിഈങ്ങളിൽ പെട്ട ആളാണ്, 9ാമത്തെ തബക്കക്കാരനാണ്. ഇബ്നു ജുറൈജ് താബിഈങ്ങളിൽ 6ാമത്തെ തബക്കക്കാരനാണ്. അതാവും അബൂ സാലിഹും താബിഈങ്ങളിൽ 3ാമത്തെ തബക്കക്കാരാണ്. അതാണ് ഈ തബക്ക എന്ന് പറയുന്നത്. ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ബുഖാരി എന്നാ ജനിച്ചത്, എന്നാ മരിച്ചത്? ആര് പറയും? നമ്മൾ ഇതിനു മുമ്പും പഠിച്ചല്ലേ. ഇമാം ബുഖാരി 196 ജനിച്ച് 257 അല്ല 56 256 മരണപ്പെട്ട്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ എന്നാ മരണപ്പെടുന്നത്, വഫാത്താണത് ഹിജ്റയുടെ 11. ഹിജ്റയുടെ 11 മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരാ റിപ്പോർട്ട് ചെയ്യണത്?
ഹിജ്റയുടെ 196 ജനിച്ച് 256 മരണപ്പെടുന്ന ഇമാം ബുഖാരിയാണ്. അപ്പോൾ 256 മരണപ്പെടുന്ന ഇമാം ബുഖാരിയും 11 വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കലും ഇമാം ബുഖാരി ആരിൽ നിന്ന് കേൾക്കൂല, നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേൾക്കൂല. അപ്പോൾ ഇമാം ബുഖാരി മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ളവരിലേക്ക് കണ്ണി ചേർക്കണ കണ്ണിയാണത്, ഈ സനദ് എന്താ. അപ്പോൾ ഇത് ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇമാം ബുഖാരിയോട് പറഞ്ഞത്? അത് പറഞ്ഞത് അബൂ ഹുറൈറ എന്ന അബൂ സാലിഹ്, അതാ ഇബ്നു ജുറൈജ്, ഹിഷാം ഇബ്നു യൂസുഫ്, ഇബ്രാഹിം ഇബ്നു മൂസ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരാരാ? അവരാരാന്നുള്ളത് ഇന്നയാളാണ്, ഇന്ന നാട്ടുകാരനാണ്, ഇന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ്, ഇന്നതായിരുന്നു അയാളുടെ ജോലി, ഇന്ന കാലത്താണ് അയാൾ മരണപ്പെട്ടത്. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ നമുക്കെന്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നുള്ളത് വിശ്വസ്തരുടെ നിവേദനങ്ങളിലൂടെ വന്നത് കാരണത്താൽ നമുക്കെന്തില്ല, ഒരു ഇഷ്കാലില്ല. കണ്ടോ, ഇവരൊക്കെ ശരിക്ക് ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്, അവരുടെ വിവരങ്ങൾ വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തപ്പോൾ ആ റിവായത്ത് എന്താണ്? അത് സഹീഹാണ്. അബൂ സാലിഹ് സയ്യാദ് അബൂ ഹുറൈറയിൽ നിന്നാണ് കേട്ടത്. അന്നഹു, അദ്ദേഹം, സമിഅ, കേട്ടിരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്. അബൂ ഹുറൈറ നമ്മൾക്ക് വന്ന ഇതിന് മുമ്പത്തെ ഹദീസിൽ അബൂ ഹുറൈറയാണ് അതിൻ്റെ റാവി. എന്താ അബൂ ഹുറൈറയുടെ പേര്? അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖറാണ്. കാരണം അബൂ ഹുറൈറ വിളിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. വേറെയും അദ്ദേഹത്തിൻ്റെ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അബൂ ഹുറൈറക്ക് വേറെ വേറെ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നെ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പേരാണ്. അദ്ദേഹം ബനു ദൗസ് ഗോത്രക്കാരനാണ്. ബനു ദൗസ് ഗോത്രം യമനിലാണ്. യമനിലെ ബനു ദൗസ് ഗോത്രക്കാരനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഹിജ്റയുടെ 57 അദ്ദേഹത്തിന്റെ മരണം, വഫാത്ത്. അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഖാല അല്ലാഹു പറഞ്ഞു. കണ്ടാ, ഇതുവരെ നമ്മൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ റസൂലുള്ള പറഞ്ഞായിട്ടാണ് പറയല്. ഇപ്പൊ ഇതിലെന്തായി? ഇതിൽ അല്ലാഹു പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അല്ലാഹു പറഞ്ഞതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അപ്പൊ ഈ ഹദീസ് എന്താ? ഈ ഹദീസ് അതാണ് ഖുദ്സിയായ ഹദീസ്, അൽ ഹദീസുൽ ഖുദ്സി, അല്ലെങ്കിൽ അൽ ഹദീസുർ റബ്ബാനി, അൽ ഹദീസുൽ ഇലാഹി, ഇതൊക്കെയാണ് അതിന്റെ പേര്. അൽ ഹദീസുൽ ഖുദ്സി, അല്ലെങ്കിൽ അൽ ഹദീസുർ റബ്ബാനി, ഇലാഹി. ഹദീസുൽ ഇലാഹി എന്നൊക്കെ പറയുന്നത് ഇത്തരം ഹദീസുകൾ. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനാണ് എന്ത് പറയാ? ഖുദ്സിയായ ഹദീസ്, അല്ലെങ്കിൽ റബ്ബാനിയായ ഹദീസ്, അല്ലെങ്കിൽ ഇലാഹിയായ ഹദീസ് എന്ന് പറയാം. അൽ ഹദീസുർ റബ്ബാനി, അൽ ഹദീസുൽ ഇലാഹി. എന്നിട്ട് എന്താണ് അള്ളാഹു പറയുന്നത്? കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി വസ്സിയാമു ജുന്നത്തുൻ വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സായിം
വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലഖുലൂഫു ഫമി സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിർ റീഹിൽ മിസ്ക് ലിസ്വാഇമി ഫർഹതാൻ യഫ്റഹുഹുമാ ഇദാ അഫ്തറ ഫരിഹ് വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. കുല്ലു അമലി ബിനി ആദം, എന്താ കുല്ലു അമൽ, എല്ലാ അമലും. ആരുടെ അമൽ? ഇബിനി ആദം, ആദമിൻ്റെ സന്തതിയുടെ. ഇബിനി ആദം എന്ന് പറഞ്ഞാൽ ആദം സന്തതി, മനുഷ്യൻ. മനുഷ്യൻ്റെ കുല്ലു അമൽ, എല്ലാ അമലും. ലഹു, ലഹു അത് അവനുള്ളതാണ്. ലഹു അത് അവനുള്ളതാണ്. ഇല്ല സിയാം, സിയാം ഒഴികെ. സിയാം ഒഴികെ. സിയാം എന്ന് പറഞ്ഞാൽ നോമ്പ്, വ്രതം. ഫഇന്നഹു ലി, ഫഇന്നഹു ഫ കാരണം സബബിയ. ഇന്നഹു ലി തീർച്ചയായും, ഇന്നഹു ഇന്നസൗ ഇന്നസിയാം തീർച്ചയായും നോമ്പ്, ലി അത് എനിക്കുള്ളതാണ്. ഫഇന്നഹു ലി വഅന അജ്സി ബിഹി. വഅന അന എന്ന് പറഞ്ഞാൽ ഞാൻ, അജ്സി ബിഹി, അജ്സി ബിഹി, അജ്സി ഞാൻ പ്രതിഫലം നൽകും, ജസാ നൽകും. അജ്സി ഞാൻ ജസാ നൽകും. ബിഹി അതിന്, അതിന് നോമ്പിന്, ബിസ്യാം സൗമിനുള്ള പ്രതിഫലം ഞാൻ നൽകും. അർത്ഥം പറഞ്ഞിട്ട് കേൾക്കേണ്ടി വരാം. വസിയാമു ജുന്നത്തുൻ, വസിയാം സിയാം നോമ്പ്, ജുന്നത്തുൻ ജുന്നത്തുൻ പരിച, പരിചയാകുന്നു. നോമ്പ് പരിചയാകുന്നു. വഇദാ കാന യൗമു സൗമി അഹദികും, വഇദാ കാന ആയാൽ, എന്തായാൽ, യൗമു സൗമി അഹദികും നിങ്ങളിൽ ഒരാളുടെ നോമ്പിൻ്റെ ദിവസം ആയാൽ. യൗമു സൗം നോമ്പിൻ്റെ ദിവസം, അഹദികും നിങ്ങളിൽ ഒരാൾ. അപ്പോൾ നിങ്ങളിൽ ഒരാളുടെ നോമ്പിൻ്റെ ദിവസം ആയാൽ, വഇദാ കാന യൗമു സൗമി അഹദികും ആയാൽ, ഫലാ യർഫുസ്, ലാ യർഫുസ് അവൻ റഫസ് ചെയ്യരുത്. റഫസ്, റഫസ് എന്ന് പറഞ്ഞാൽ ഈ തെറ്റായ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കാമ വികാര രതി ക്രീഡ പ്രവൃത്തികളുണ്ടല്ലോ, അതാണ്. അത് പാടില്ല. ഫല റഫസ്, റഫസ് എന്ന് പറഞ്ഞാൽ അതാണ് ലൈംഗിക ചേഷ്ടകൾ, രതി ക്രീഡകൾ, കാമ പ്രവൃത്തികൾ, സഹശയനങ്ങൾ എന്നൊക്കെ ഉദ്ദേശം. ഫലാ യർഫുസ് അവൻ റഫസ് ചെയ്യരുത്. വലാ യസ്ഖബ്, വലാ യസ്ഖബ്, വലാ യസ്ഖബ് ഇവിടെ സ്വാദാണ്. ചില റിപ്പോർട്ടുകളിൽ സീനാണ്. യസ്ഖബ് രണ്ടും ഒരർത്ഥാണ്. യസ്ഖബ്, സഖബ, യസ്ഖബ് എന്ന് പറഞ്ഞാൽ പിന്നെ ബഹളം വെക്കുക, കലഹിക്കുക. കലഹിക്കുക, കലഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വലാ ലആനൻ വലാ സഖാബൻ ഫിൽ അസ്വാഖി എന്നാണ്. റസൂലുള്ള നീചവൃത്തികൾ ചെയ്യുമായിരുന്നവനായിരുന്നില്ല, അതേപോലെ തന്നെ ശപിക്കുന്നവനായിരുന്നില്ല. വലാ സഖാബൻ ഫിൽ അസ്വാഖി അങ്ങാടികളിൽ സഖാബായിരുന്നില്ല. സഖാബ് എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കുന്നവൻ. അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊരു പിന്നെ ചില ആളുകൾക്ക് അല്ലാഹു യഹ്ദിഹിം ആ ബഹളം കലഹിക്കുന്നവനായിരുന്നില്ല. അങ്ങാടിയിൽ കലഹിക്കുന്നവൻ, അതാണ് അവിടെ സഖാബ് എന്ന് പറഞ്ഞാൽ സീനാണ്. ഇവിടെ സ്വാദാണ്, രണ്ടു വരെ മാനയിലാണ്. വലാ യസ്ഖബ് അവൻ കലഹം ഉണ്ടാക്കരുത്. വഇദാ കാന യൗമു സൗമി അഹദികും നിങ്ങളുടെ ഒരാൾ നോമ്പിന്റെ ദിവസമായാൽ ഫലാ യർഫുസ് വലാ യസ്ഖബ്. ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, ഫഇൻ സാബഹു, സാബ തർക്കിക്കുക, തെറി വിളിക്കുക, അല്ലെങ്കിൽ സബ് ആക്ഷേപിക്കുക. ഫഇൻ സാബഹു അവനോട് എന്ത് ഒരാൾ തെറി വിളിച്ചു, അഹദുൻ ഒരാൾ, എങ്കിൽ ഔ ഖാതലഹു അല്ലെങ്കിൽ അവനോട് ഒരാൾ ഖിതാൽ നടത്തി,
മല്ലിട്ട് അവനോടൊരാൾ കലഹിക്കുകയോ തർക്കിക്കുകയോ ശകാരിക്കുകയോ ചെയ്താൽ ഫല്യഖുൽ, അപ്പോൾ അവൻ പറയട്ടെ, ഇന്നി ഇംറുഉൻ സായിമുൻ, ഇന്നി തീർച്ചയായും ഞാൻ, ഇംറുഉൻ സായിമുൻ, ഇംറുഉൻ മനുഷ്യനാണ്, സായിമുൻ നോമ്പുകാരനായ മനുഷ്യനാണ്, ഞാനൊരു നോമ്പുകാരനായ മനുഷ്യനാണ് എന്ന് അവൻ പറയട്ടെ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, വല്ലദീ എന്ന് പറഞ്ഞാൽ ഒരുവൻ, വാവു വാവുൽ ഖസമാണ്, ഒരുവനാണ് സത്യം എന്നാണ്. വല്ലദീ യാതൊരുവനാണ് സത്യം. ആ യാതൊരുവന്റെ സിഫത്ത് പറയാണ്. നഫ്സ് മുഹമ്മദിൻ, മുഹമ്മദിന്റെ ശരീരം, ബിയദിഹി അവന്റെ കയ്യിലാണ്, ഫി യദിഹി എന്നർത്ഥം. അപ്പം മുഹമ്മദിന്റെ നഫ്സ് ഏതൊരുവന്റെ കയ്യിലാണോ അങ്ങനെയുള്ളവനാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഉദ്ദേശം? മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പം അള്ളാഹുവാണ് സത്യം എന്നുള്ളതിനെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. അപ്പോൾ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ നഫ്സ് ഏതൊരുവന്റെ കയ്യിലാണോ അവനാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം. ലഖുലൂഫു ഫമിസ്സായിം, ലഖുലൂഫ്, ല തൗക്കീദിന്റെ ലാമാണ്. ഖുലൂഫ്, ഖുലൂഫ് എന്ന് പറഞ്ഞാൽ റായിഹത്തുൽ ഫം, വായക്കുണ്ടാകുന്ന പകർച്ചയാണ്, മണമാണ്, മണപ്പകർച്ച. അതായത് കുറേ സമയം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വായക്ക് വരുന്ന മണപ്പകർച്ചക്കാണെന്ന് പറയാം ഖുലൂഫ് എന്ന് പറയാം. ഖുലൂഫ് എന്നും പറയും, ഖലൂഫ് എന്നും പറയും, ഖലൂഫ് എന്നും പറയും, ഖുലൂഫ് എന്നും പറയും. ഖുലൂഫ് എന്നതാണ് കൂടുതൽ ഉള്ള പ്രയോഗം, കൂടുതൽ ശരിയായതും അല്ല, കൂടുതൽ ഉള്ള പ്രയോഗം ഖുലൂഫ് എന്നാണ്. ഖലൂഫ് എന്നും പറയും. ലഖുലൂഫു ഫമിസ്സായിം, നോമ്പുകാരന്റെ ഫമ്, എന്താ ഫമ്? ഫമന വായ, നോമ്പുകാരന്റെ വായയുടെ ഖുലൂഫ് മണമാണ്. അത്യബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യബ് ഏറ്റവും നല്ലത്, ഉത്തമം. മിൻ റീഹിൽ മിസ്ക്, മിൻ റീഹിൽ മിസ്ക്, മിസ്ക് മിസ്ക് എന്ന കസ്തൂരി, റീഹുൽ മിസ്ക് കസ്തൂരിയുടെ നറുമണം, കസ്തൂരിയുടെ നറുമണത്തേക്കാൾ, മിൻ മിൻ റീഹുൽ മിസ്ക് എന്ന കസ്തൂരിയുടെ മണത്തേക്കാൾ. ലിസ്വാഇമി ഫറഹത്താൻ, ലിസ്വാഇമി നോമ്പുകാരനുണ്ട്, ഫറഹത്താനി രണ്ട് സന്തോഷം. ഫറഹത്ത്, ഫറഹത്ത് എന്ന സന്തോഷം, ഫറഹത്താനി രണ്ട് സന്തോഷം. ലിസ്വാഇമി ഫറഹത്താൻ. യഫ്രഹുഹുമ, യഫ്രഹുഹുമ, യഫ്രഹു നോമ്പുകാരൻ സന്തോഷിക്കും, ഹുമ അവ രണ്ടും, അവരെന്ന് പറഞ്ഞാൽ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്, ആ രണ്ട് സന്തോഷവും നോമ്പുകാരന് സന്തോഷിക്കും. ഇദാ അഫ്തറ ഫരിഹ്, ഇദാ അഫ്തർ നോമ്പ് തുറന്നാൽ, ഫരിഹ് അവൻ സന്തോഷിക്കും. നോമ്പ് തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മഗ്‌രിബിക്ക് നോമ്പ് തുറക്കണം, അല്ലെങ്കിൽ ഷവ്വാലിന്റെ ഉദയം ഉണ്ടല്ലോ അതോടുകൂടി ഇഫ്താറാണ്. അപ്പോൾ ഇദാ അഫ്തറ ഫരിഹ്, നോമ്പ് തുറന്നാൽ സന്തോഷിച്ചു. വ ഇദാ ലഖിയ റബ്ബഹു, തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ, ഫരിഹ് സന്തോഷിച്ചു. ബിസൗമിഹി, തൻ്റെ സൗമ് കാരണത്താൽ, തൻ്റെ സൗമ് കാരണത്താൽ, നോമ്പ് കാരണത്താൽ. വ ഇദാ ലഖിയ റബ്ബഹു, തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ, ഫരിഹ അവൻ സന്തോഷിച്ചു, ബിസൗമിഹി തൻ്റെ സൗമ് കാരണത്താൽ, നോമ്പ് കാരണത്താൽ. ഈ ഹദീസിനെ പിന്നെ നമുക്ക് എന്താണ് ഈ ഹദീസിലുള്ള നമുക്ക് മനസ്സിലാക്കാനുള്ള ആശയം, അതിലൊളിഞ്ഞു കിടക്കുന്നതായ ചില അദബുകൾ, ചില വിഷയങ്ങൾ. നമ്മൾ ഈ ഹദീസിൻ്റെ അർത്ഥം പറഞ്ഞ്, ഈ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഖുദ്സി ഹദീസാണ്. കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാമ ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, ആദമിൻ്റെ സന്തതി മനുഷ്യൻ്റെ എല്ലാ അമലുകളും അവനുള്ളതാണ്, സൗമൊഴിച്ച് എന്നാണ്. ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രയോഗം എന്താണ് അറിയിക്കുന്നത്? കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലി വഅന അജ്സി ബി. നോമ്പിനെ കുറിച്ച് അള്ളാഹു പറയാണ്, ലി നോമ്പ് എനിക്കുള്ളതാണ്, വഅന ഞാൻ, അജ്സി ബിഹി അതിന് ഞാൻ പ്രതിഫലം. എത്ര ദമീറുകളാ ഒക്കെ അള്ളാഹു നോമ്പിന് എന്ത് ചെയ്യാണ്? തന്നിലേക്ക് ചേർക്കണം. അതെന്താ അറിയിക്കണത്? നോമ്പിൻ്റെ ശ്രേഷ്ഠതയും മഹത്വമാണ് അറിയിക്കുന്നത്. നോമ്പിൻ്റെ ശ്രേഷ്ഠതയും മഹത്വമാണ് അറിയിക്കുന്നത്. എന്താണ് ഈ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം? എല്ലാ
അമലുകൾ, നിസ്കാരം, സകാത്ത്, ഹജ്ജ്, മാതാപിതാക്കളെ പുണ്യം, ഇതൊക്കെ മനുഷ്യനിലേക്ക് അള്ളാഹു ചേർത്ത്, നോമ്പിനെ അള്ളാഹുവിലേക്കും ചേർത്ത്. എന്താണ് ആ ചേർക്കലിൽ അതിൻ്റെ തത്വം? ഇമാം അൽ ഹാഫിദ് ബിൻ ഹജർ 10ഓളം വജ്ഹ് അതിന് ഉദ്ധരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത്. എന്നിട്ട് അതിൽ പ്രബലപ്പെടുത്തിയത് 2 വജ്ഹിനെയാണ് പല പണ്ഡിതന്മാരും. അതെന്താന്ന് വെച്ചാൽ, ഒന്ന്, നോമ്പിൽ പിന്നെ ലോകമാന്യത ഒരിക്കലുമില്ല, ഇഖ്ലാസ് സമ്പൂർണ്ണമായിരിക്കും. ഇഖ്ലാസ് നോമ്പിന് മറ്റൊരു അമല, സക്കാത്ത്, ഹജ്ജ്, ഇതിനൊക്കെ പിന്നെ നിസ്കാരം, ഇതിനൊക്കെ എന്തുണ്ട്, ഒരു ഉപരിപ്ലവ ഭാവമല്ലേ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കാണുക, മറ്റുള്ളവരെ അറിയുക എന്നുള്ളതുണ്ട്. നോമ്പ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മറ്റൊരാൾ അറിയില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നോമ്പുകാരനാണ് എങ്കിൽ അയാൾ റബ്ബ് ഏതാ അറിയുള്ളൂ, അയാൾ പറയാത്തടത്തോളം കാലം. കാരണം എന്താ, ബാഹ്യമായിട്ടൊരു പ്രവൃത്തിയില്ല നോമ്പാണെന്ന് അറിയിക്കുന്ന രീതിയിൽ. അപ്പോൾ അതിൽ ഇഖ്ലാസ് സാക്ഷാത്കരിക്കപ്പെടുകയാണ്, അള്ളാഹുവിന് വേണ്ടി എന്നുള്ളത് എന്ത് ചെയ്യാണ്, സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഏതിൻ്റെ വിഷയത്തിൽ? നോമ്പിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകതയുള്ളത് കാരണത്താൽ നോമ്പിനെ അള്ളാഹു തന്നിലേക്ക് ചേർത്തത്, നോമ്പിനെ ചേർത്തത്. പിന്നെ അതിൽ ഇഖ്ലാസ് എന്താണ്, സമ്പൂർണ്ണമാണ് എന്നതിനാൽ അള്ളാഹു നോമ്പിനെ തന്നിലേക്ക് ചേർത്തു. മറ്റ് അമലുകളൊക്കെ അള്ളാഹു ദാസന്മാരിലേക്ക് ചേർത്തു. അതിൻ്റെ അർത്ഥം മറ്റ് അമലുകളൊന്നും അള്ളാഹു കബൂലാക്കൂല എന്നല്ല, അള്ളാഹു കബൂലാക്കും. പക്ഷേ നോമ്പിന് എന്തുണ്ട്, അതിൽ ഇഖ്ലാസ് സമ്പൂർണ്ണമാകുന്നു എന്നുള്ളവർക്ക് അതിന് ഈ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഒരു വജ്ഹ് പറഞ്ഞത് പണ്ഡിതന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലവരും ഒരു ഹസനത്ത് കൊണ്ടുവന്നാൽ ഫലഹു അശ്റു അംസാലിഹ, അവൻ അതിൻ്റെ 10 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നാണ്. അപ്പോൾ ഒരു പുണ്യം 10 പുണ്യത്തെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഒരു ഹസനത്ത് അതിൻ്റെ 10 ഇരട്ടിയാണ്, അതിന് 70 ഇരട്ടി 700 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നാണ്. ഏതൊരു പുണ്യകർമ്മത്തിലും അത് 10 ഇരട്ടിയാണ്, അതിന് 70 ഇരട്ടി 700 ഇരട്ടി വരെ എന്തുണ്ട്, പ്രതിഫലമുണ്ട്. അപ്പോൾ ഒരു പുണ്യകർമ്മത്തിൻ്റെ പ്രതിഫലം ഇത്ര എന്നുള്ളത് മനുഷ്യനെ അളക്കാൻ പറ്റും. ഇങ്ങനെ കണക്കിൽ 70 700 വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പുണ്യപ്രവൃത്തിക്കുള്ളതായ പ്രതിഫലം മനുഷ്യന്മാർക്ക് അളക്കാൻ പറ്റും. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഇന്നഹു ലി വ അന അജ്സി ബിഹി എന്നാണ്. ഞാൻ അതിന് പ്രതിഫലമേകും. അതിൻ്റെ എത്ര ഇരട്ടി എന്നില്ല, 10 ഇരട്ടി 70 ഇരട്ടി 700 ഇരട്ടി എന്നില്ല. പിന്നെയോ അത് വണ്ണവും എണ്ണവുമില്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് അതിൻ്റെ പ്രതിഫലം അത് ഇത്ര ഇരട്ടി എന്നുള്ളത് ക്ലിപ്തി നിർണ്ണയം നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അത് കണക്കാക്കാൻ കഴിയില്ല. അതിന് ധാരാളം പ്രതിഫലമാണ്. അത് മനസ്സിലാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ പ്രയോഗിച്ചത്, ഇല്ല സിയാം ഫഇന്നഹു ലി വ അന അജ്സി ബിഹി. പറഞ്ഞാൽ മനസ്സിലായോ? ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അതും ഒരു ഖവിയായ വജ്ഹാണ്, അന്ത്യനാളിൽ മുഫ്ലിസീങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താ ഈ മുഫ്ലിസ്? പാപ്പരായവൻ. ആരാ പാപ്പരായവൻ? അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദിർഹമും ദീനാറും ഇല്ലാത്തവനല്ല, പിന്നെയോ ഹസനാത്തുകൾ കൊണ്ടുവരും, നന്മകളായിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ അന്ത്യനാളിൽ വരും. അങ്ങനെ ഹസനാത്തുകൾ ധാരാളം, അയാൾക്ക് പുണ്യങ്ങൾ ഉണ്ടായിരിക്കും, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പുണ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഹസനാത്തുകളായിട്ട് വരുന്ന മനുഷ്യൻ പക്ഷെ അയാൾ എന്ത് ചെയ്തിരിക്കും? ശതമഹാദ വസഫ കദമഹാദ പിന്നെ ഒരാളെ ചീത്ത പറഞ്ഞിരിക്കും, അതേപോലെ തന്നെ ഒരാളെ രക്തം ചിന്തിയിരിക്കും, ഒരാളുടെ സമ്പത്ത് ഇങ്ങനെ പല ദ്രോഹങ്ങളും അയാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ വേദിയിൽ ഇയാൾ ആരെയാണോ ദ്രോഹിച്ചത് അവർക്ക് ഇയാളുടെ നന്മകളൊക്കെ എടുത്തു കൊടുക്കും. ദ്രോഹം ബാക്കിയുണ്ട്, ഇയാളുടെ നന്മകൾ തീർന്നും പോയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ എടുത്തിട്ട് ഇയാളെ മേലിൽ ഇട്ടിട്ട് ഇയാളെ നരകത്തേക്ക് കയറും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഇത് അക്രമികളായ ആളുകളാണ്. ഇതിലേറെ വലിയ മുഫ്ലിസ് എന്താ? വേറെ മുഫ്ലിസില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതദ്റൂന മൽ മുഫ്ലിസ് എന്ന് പറഞ്ഞിട്ട് മുഫ്ലിസിനെ വിശദീകരിച്ചു. ഇങ്ങനെയുള്ള ഒരു മുഫ്ലിസ് അന്ത്യനാളിൽ തൻ്റെ ഹസനത്തുകളുമായി വന്നാൽ, നന്മകളുമായി വന്നാൽ അതിലെന്തുണ്ടാവും? നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജൊക്കെ ഉണ്ടാവുമല്ലോ. പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത് ഫഇന്നഹു ലി, നോമ്പ് എനിക്കുള്ളതാണ് എന്നാണ്. അള്ളാഹു നോമ്പ് തൊടൂല എന്നാണ്. ആർക്ക് കൊടുക്കാൻ? ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ, കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യില്ല? നോമ്പെടുത്ത് കൊടുക്കൂല.
നോമ്പ് ആരതാണ്? കാരണം നോമ്പ് അത് അള്ളാഹുവിൻ്റെതാണ്. ബാക്കിയുള്ള അമലുകളൊക്കെ അവൻ്റെതാണ്, അതെടുത്തിട്ട് കൊടുക്കും. അവൻ്റെ അമല ഏതാണ് അതൊക്കെ എടുത്തു കൊടുക്കും. നോമ്പ് അള്ളാഹു സുബ്ഹാനഹു എടുത്തിട്ട് ഇവനാൽ ആക്രമിക്കപ്പെട്ടവൻ അന്ത്യനാളിൽ നൽകുകയില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫഇന്നഹു ലി, നോമ്പ് ആരുടേതാണത്? അള്ളാഹുവിൻ്റേതാണ്, അവൻ്റേതായിട്ടുള്ള അമലുകൾ അതാണ് അള്ളാഹു പിന്നെ ഇവൻ ആരെയാണ് ദ്രോഹിച്ചത് അവന് നൽകുക എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റിയാദ് സാലിഹീന് ഷറഹ് എഴുതിയ ചില പണ്ഡിതന്മാർ എനിക്കുള്ളത് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ ഒരു അഭിപ്രായത്തെ ശക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പിന്താങ്ങിയിട്ടുണ്ട്. ഏതായാലും കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലി വ അന അജ്സി ബിഹി എന്ന് പ്രയോഗിക്കപ്പെട്ടതിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞതിൽ അടങ്ങിയ യുക്തികൾ, അതിൻ്റെ പൊരുൾ, അത് ഇവയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും സുന്ദരമായി വിശദീകരിച്ചത് സഹീഹ് ബുഖാരിക്ക് ഷറഹ് എഴുതിയ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിലാണ്. വസിയാമു ജുന്നത്തുൻ, സിയാമു ജുന്നത്താണ്. ജുന്നത്ത് പരിച. എന്തിൽ നിന്നുള്ള പരിചയാണ്? ചില റിപ്പോർട്ടുകളിൽ കാണാം യസ്തജിന്നു ബിഹിൽ അബ്ദു മിനന്നാർ. എന്താ? നരകത്തിൽ നിന്നൊരു ദാസൻ നോമ്പ് കൊണ്ട് പരിച സ്വീകരിക്കുന്നു. അപ്പോൾ എന്താണ്? നരകത്തിൽ നിന്നൊരു ദാസന് പരിചയാണെന്ത്? നോമ്പ്. കാരണം ചില റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, നരകത്തീയിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന പരിചയാണ് നോമ്പ്. അപ്പോൾ അസിയാമു ജുന്നത്ത്, നോമ്പ് പരിചയാണ് നരകത്തിൽ നിന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജഹു അനിന്നാരി 70 ഖരീഫ. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ അവൻ്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് 70 വർഷത്തെ വിദൂരതയിലേക്ക് അകറ്റുമെന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ജഅലല്ലാഹു ബൈനഹു വ ബൈനന്നാരി ഖന്ദഖ, നരകത്തീനും അവനും ഇടയിൽ അള്ളാഹു ഒരു കിടങ്ങ് തീർക്കുമെന്നാണ്. ആ കിടങ്ങ് കമാ ബൈന സമായി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയിലുള്ള കിടങ്ങായിരിക്കുമെന്നാണ്. അപ്പോൾ അത്ര വിദൂരതയിലേക്ക് അള്ളാഹു മനുഷ്യനെ നോമ്പിലൂടെ അകറ്റും. അപ്പോൾ നോമ്പ് ഒരു പരിചയമാണ്. പിന്നെ നോമ്പ് പരിചയമാണെന്നുള്ളത് പറയാം തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, മാസിയത്ത് പാപങ്ങളിൽ നിന്ന് നോമ്പ് പരിചയമാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. പിന്നെ യുവാക്കളെ, നിങ്ങളിൽ നിന്ന് ശേഷിയെത്തിയവർ അവർ വിവാഹം കഴിക്കട്ടെ. എന്നിട്ട് പറഞ്ഞ് പിന്നെ ഒരാൾ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ഫലൈഹി ബിസ്സിയാം ഫഇന്നഹു ലഹു വിജ. അതായത് ഒരാൾക്ക് വിവാഹം കഴിക്കാനായിട്ടില്ല എങ്കിൽ അവൻ നോമ്പ് പിടിക്കട്ടെ. കാരണം നോമ്പ് അവന് വിജ ആണെന്ന് പറഞ്ഞു. വിജ എന്ന് പറഞ്ഞാൽ രക്ഷയാണ്, അല്ലെങ്കിൽ മറയാണ്, അല്ലെങ്കിൽ പിന്നെ അവിടെ പിന്നെ നോമ്പ് പിടിക്കട്ടെ എന്ന് പറഞ്ഞ്. എന്തിനാ യുവാക്കളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞ്? വിവാഹം കഴിക്കാനായിട്ടില്ലെങ്കിൽ നോമ്പിൽ എന്തുണ്ട്? വികാര നിയന്ത്രണം ഉണ്ട്, വികാരത്തെ നിയന്ത്രിക്കലുണ്ട്. യഥാവിധം നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വികാരത്തെ ശമിപ്പിക്കുകയും വികാരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും ഒരു പരിധി വരെ. അപ്പോൾ ജുന്നത്ത് നോമ്പ് പരിചയമാണെന്ന് പറഞ്ഞാൽ വികാരത്തെ തടയുവാൻ, നിയന്ത്രിക്കുവാനുള്ള പരിചയമാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിനുൽ ബദർ അദ്ദേഹം അബൂദാവൂദിൻ്റെ ഷറഹിൽ അങ്ങനെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. വഇദാ കാന സൗമു യൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങളിൽ ഒരാൾ നോമ്പിൻ്റെ ദിവസമായാൽ അവൻ ഫലാ യർഫുസ്, റഫസ് ചെയ്യരുത്. നമ്മൾ പറഞ്ഞു എന്താണ്? വലാ യസ്ഖബ്, സഖബും ചെയ്യരുത്. സഖബ് എന്ന് പറഞ്ഞാൽ സ്വഹബും സഖബും എന്നാണ്. അതായത് ബഹളം ഉണ്ടാക്കരുത്. ബഹളം നോമ്പല്ലെങ്കിൽ പറ്റുമോ? നോമ്പല്ലെങ്കിൽ പറ്റൂല. ബഹളം എന്നുള്ളത് നോമ്പല്ലെങ്കിൽ പറ്റില്ല. നോമ്പുകാരനാണെങ്കിലോ തീർത്തും പറ്റൂല. നോമ്പുകാരനാണെങ്കിൽ പറ്റേ പാടുള്ളതല്ല. കാരണം നോമ്പിൻ്റെ അദബിനെ കെടുത്തുന്ന, നോമ്പിൻ്റെ ഫലത്തെ നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് പിന്നെന്ത്? സഹബ്. കാരണം നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇംസാക്കാണ്, ഒരു മനുഷ്യന് ഇംസാക്കാണ്, പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. സ്വന്തം വികാരത്തെ, അതേപോലെ തന്നെ പിന്നെ സ്വന്തം ശരീരത്തെ വേണ്ടാത്തരങ്ങളിൽ നിന്ന്, മാന്യതയില്ലാത്തതിൽ നിന്ന്, അരുതാത്തതിൽ നിന്നൊക്കെ സ്വന്തത്തെ പിടിച്ചു നിർത്തലാണ് നോമ്പ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൈസ സിയാമു മിനത്ത് തആമി വൽ അക്ൽ മിനശ് ശറാബി മിനശ് ശറാബ്. തിന്നുക കുടിക്കുക എന്നുള്ളതിൽ നിന്നല്ല നോമ്പ്. അതല്ല നോമ്പ് പറഞ്ഞാൽ തിന്നാതിരിക്കുക കുടിക്കാതിരിക്കുക എന്നുള്ളതല്ല. പിന്നെ നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഈ സഹബ്, അതേപോലെ തന്നെ ലഗ്വ്, റഫസ്, ഇതിൽ നിന്നൊക്കെ ശരീരത്തെ, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ ശരീരത്തെ പിടിച്ചു നിർത്തലാണ്. തയ്യം. ഫൈൻ സാബഹു അഹദുൻ ഔ ഖാതലഹു. ഇനി ഒരാൾ തന്നെ ശകാരിച്ചു അല്ലെങ്കിൽ തന്നോട് മല്ലിട്ടു എങ്കിൽ
ഫല്യഖുൽ അവൻ പറയട്ടെ ഇന്നിമ്രുഉൻ സായിം ഇന്നിമ്രുഉൻ സായിമുൻ ഞാൻ നോമ്പുകാരനാണ്. ഒരാൾ ഇങ്ങോട്ട് ബഹളം ഉണ്ടാക്കി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നോമ്പുകാരനായ ഒരു മനുഷ്യനാണ് എന്ന് പറയട്ടെ. എന്തിനാണ് ഇത് പറയണത്? അതായത് നീ എന്നെ ശകാരിക്കുമ്പോൾ, നീ എന്നെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, എതിർക്കാൻ അറിയാഞ്ഞിട്ടല്ല, നിന്റെ വായ അടക്കാൻ അറിയാഞ്ഞിട്ടല്ല, പിന്നെയോ ഇന്നിമ്രുഉൻ സായിമുൻ ഞാനൊരു നോമ്പുകാരനായതുകൊണ്ടാണ് ഞാൻ നിന്നോട് പ്രതികരിക്കാത്തത് എന്ന രീതിയിൽ പറയാൻ പറഞ്ഞു. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലഖുലൂഫു ഫമി സായിം അത്യബു ഇൻദല്ലാഹ് മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരൻ്റെ ഫം എന്ന് പറഞ്ഞാൽ വായ, അതിൻ്റെ ഖുലൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ സമയം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന മണപ്പകർച്ചക്കാണ് പറയാം, അതിന് ആണ് ഖുലൂഫ് എന്ന് പറയാം. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ മണത്തേക്കാൾ ഉത്തമമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും, കുറേ സമയം ഭക്ഷണം കഴിക്കാതിരുന്നുണ്ടെങ്കിൽ വായക്കൊരു പണപ്പകർച്ച ഉണ്ടാകും. അതാണ് അവിടെ ഉദ്ദേശം. അല്ലാതെ ചില ആളുകൾ നോമ്പ് പറ്റുന്നെങ്കിൽ പല്ല് വെക്കൂല, നോമ്പ് പറ്റാൽ നാവ് വൃത്തിയാക്കൂല, അങ്ങനെ ഉണ്ടാകുന്ന ദുർഗന്ധമല്ല, അതൊരിക്കലും പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കെ മിസ്വാക്ക് ചെയ്തതിനെ വർണ്ണിക്കണ ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നോമ്പുകാരനായിരിക്കുമ്പോൾ പിന്നെ ഒരാൾ മിസ്വാക്ക് ചെയ്യണം, അയാളുടെ നാവ് വൃത്തിയാക്കണം, ആളുകൾക്ക് ദുർഗന്ധം ഉണ്ടാക്കാൻ പാടുള്ളതല്ല. ഇവിടെ ഖുലൂഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല്ലേക്കാതെ നാവ് വൃത്തിയാക്കാതെയുള്ള ദുർഗന്ധമല്ല, പ്രത്യുത അവിടെ ഉദ്ദേശിക്കുന്നത് കുറേ സമയം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതായ മണപ്പകർച്ചയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ അത്യബു ഇൻദല്ലാഹ് മിൻ റീഹിൽ മിസ്ക് എന്ന് പറഞ്ഞത്. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 ഫർഹത്തുണ്ട്, സന്തോഷമുണ്ട്. യഫ്രഹുമ, ആ 2 സന്തോഷവും നോമ്പുകാരൻ അനുഭവിക്കും. ഇതാ അഫ്തറ ഫരിഹ്, നോമ്പ് തുറന്നാൽ എല്ലാ ദിവസവും പ്രദോഷത്തിൽ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഷവ്വാലിൻ്റെ പുലരിയിൽ 1 മാസം നോമ്പെടുത്തിട്ട് ഷവ്വാലിൻ്റെ പുലരിയായാൽ എന്തായി, സന്തോഷമായി, പെരുന്നാളാണ്, ആഹ്ലാദാണ്, അത് സന്തോഷത്തിൻ്റെ സുദിനമാണ്. ആർക്ക്? നോമ്പുകാരന്. നോമ്പുകള്ളനൊക്കെ സന്തോഷമാണ്, താൽക്കാലിക സന്തോഷം. പക്ഷെ നോമ്പുകാരനുണ്ടാകുന്ന സന്തോഷം ഒരിക്കലും നോമ്പുകള്ളനുണ്ടാവില്ല. ഇത് അഫ്തറ ഫരിഹ്. വഇദാ ലഖിയ റബ്ബഹു, തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ ഫരിഹ ബിസൗമിഹി, തൻ്റെ നോമ്പ് കാരണത്താൽ അവന് സന്തോഷിക്കുമെന്നാണ്. കാരണം എന്താ? റബ്ബിനെ കണ്ടുമുട്ടിയാൽ, കാരണം റബ്ബ് നോമ്പ് റബ്ബിൻ്റേതാക്കി എടുത്തു വെച്ചേക്കാം, അന്യായക്കാരന് വരെ അതിൽ നിന്ന് കൊടുക്കൂല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ തൻ്റെ ഒരു സൂക്ഷിപ്പ് സ്വത്ത് തന്നെയാണ്, തൻ്റെ ഒരു അള്ളാഹുവിങ്കൽ തൻ്റെ ഒരു സൂക്ഷിപ്പ് സ്വത്താണ് തൻ്റെ നോമ്പ്. അതുകൊണ്ട് തന്നെ ആ സൂക്ഷിപ്പ് സ്വത്ത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കൂലേ? നമ്മളൊരു സ്വത്ത് ഒരാൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് പറയാം ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞെങ്കിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നോമ്പ് തൻ്റെ വരുമാനമായി, തൻ്റെ പുണ്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ സന്തോഷിക്കും. മാത്രമല്ല, നോമ്പുകാരനെ കാത്താണ് സ്വർഗീയ കവാടങ്ങളിൽ ഒന്ന് കാത്തിരിക്കുന്നത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? റയ്യാൻ. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അതിലൊരു കവാടം പിന്നെ ഇന്നൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗത്തിന് കവാടമുണ്ട്, ഒരു കവാടം, അതിൻ്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വായിമൂൻ, അതിലൂടെ നോമ്പുകാരാണ് പ്രവേശിക്കുക. നോമ്പുകാർ, ചില റിപ്പോർട്ടിൽ നോമ്പുകാരൻ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉഗ്ലിക്, അടക്കപ്പെടുമെന്നാണ്. അപ്പോൾ ആ സ്വർഗീയ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു ആഖിറമാണ്. മനസ്സിലായില്ലേ? റബ്ബിനെ കണ്ടുമുട്ടിയാൽ. അപ്പോൾ സ്വാഭാവിക എന്തെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷിക്കും. അതാണ് വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, തൻ്റെ സൗമ് കാരണത്താൽ അവന് സന്തോഷിക്കും. ഇതാണ് ഹദീസ്. ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുള്ള സഹീഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. വളരെയധികം പാഠങ്ങളും പല അദബുകളും മസ്അലകളും നോമ്പിൻ്റെ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ട് മഹത്തായ ഒരു ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും വിശുദ്ധ റമളാൻ എല്ലാ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറഞ്ഞെങ്കിൽ ആമായിട്ടാണ്. ഇവിടെ റമളാൻ നോമ്പ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, നോമ്പിന് കുളിച്ചൂടാന്നൊന്നുമില്ല. സഹാബികൾ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം, സഹാബികൾ അവർക്ക് പാറ തുരന്നുണ്ടാക്കിയ ഈ കലം പോലത്തെ ഉണ്ടായിരുന്നു, അതിൽ വെള്ളം നിറച്ചിട്ട് നോമ്പുകാരായിരിക്കുമ്പോൾ അവർ ചൂടത്ത് അതിൽ ഇറങ്ങിയിരിക്കുമായിരുന്നു എന്നാണ്. മനസ്സിലായോ?
അതിലൊന്നും പിന്നെ ഒരു പ്രശ്നമില്ല. നോമ്പുകാരന് വായയിലൂടെയും മൂക്കിലൂടെയും ഉള്ളിലേക്ക് ഉദരത്തിലേക്ക് വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം അല്ല അങ്ങനത്തെ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ ആയിട്ടുണ്ടെങ്കിലാണ് നോമ്പ് മുറിയുക. മനസ്സിലല്ലേ? ഒരാൾ വെള്ളത്തിലിരുന്ന് ചിലർ വരണത് മുൻദ്വാരങ്ങളിലൂടെ വെള്ളം പ്രവേശിക്കില്ല. അതൊന്നും ഉദരത്തിലേക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ അതിന് പകരം വെള്ളം അതിന് പകരമുള്ള സാധനങ്ങളൊക്കെ ഉദരത്തിലേക്ക് പോകാനുള്ള വഴികളല്ല. മനസ്സിലായോ? അതും ശരിയല്ല. പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കാവുന്നതാണ്. പേസ്റ്റ് ഉള്ളിലേക്ക് പോകാത്ത വിധം സൂക്ഷിച്ചാൽ മതി. പെരുന്നാളും എല്ലാ ദിവസത്തെ ഇഫ്താർ അഫ്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിന്നെ ഇദാ അഖ്ബല ലൈലു മിൻ ഹാഉന വഅദ്ബറ അൻ-നഹാർ മിൻ ഹാഉന അഫ്തറ സായിബ്. റസൂലുള്ളാഹി പറഞ്ഞ പകൽ ഇവിടുന്ന് ഉദിച്ചു വന്നു, പിന്നെ രാവ് പിന്നിട്ട് എങ്കിൽ നോമ്പുകാരന് അഫ്തറ നോമ്പ് തുറക്കട്ടെ എന്നാണ്. അവിടെ അഫ്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം നോമ്പ് തുറക്കണീനും പറയും, പിന്നെ അഫ്തറ എന്ന് പറയും നോമ്പ് തീരണീനും. അതും പറയാം. അഫ്തറ എന്ന് റസൂലുള്ളാഹി ആമായിട്ടാണ് പ്രയോഗിച്ചത്. രണ്ടും പറയാം. നോമ്പ് അവസാനിപ്പിക്കുന്നത് കാരണത്താലുള്ള സന്തോഷം, ഓരോ ദിവസമുള്ള സന്തോഷം. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അമലൊക്കെ ആർക്കാണ്? അള്ളാഹുവിനാണ്. ഇല്ലല്ല, നോമ്പിനെ കുറിച്ച് മാത്രമാണ് നമ്മളുടെ അറിവിൽപ്പെട്ടിടത്തോളം ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ ഒരു മഹത്വം നോമ്പിന് മാത്രം എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അള്ളാഹു ഏറ്റെടുത്തിട്ട് അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞു. ഖൈർ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും അതിൽ പുണ്യങ്ങൾ വാരി കൂട്ടുവാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. യഥാവിധം നോമ്പ് അനുഷ്ഠിക്കുവാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്.